സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറണമെന്ന ധാക്കയുടെ ഔദ്യോഗിക അഭ്യർത്ഥന ഇപ്പോഴും വിശദമായ നിയമപരിശോധനയ്ക്ക് വിധേയമാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. വിദേശകാര്യ മന്ത്രാലയം നൽകിയ പ്രതികരണത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമപരവും ഉഭയകക്ഷി കരാർ വ്യവസ്ഥകളും അന്താരാഷ്ട്ര നിയമങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂവെന്ന് വ്യക്തമാക്കി. അതേസമയം സ്വന്തം പാർട്ടിയായ അവാമി ലീഗിനെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതിനായി ഷെയ്ഖ് ഹസീന ധാക്കയിലേക്ക് മടങ്ങിവരാൻ തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ പ്രതികരണം ശ്രദ്ധ നേടുന്നത്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ബംഗ്ലാദേശ് സമർപ്പിച്ച കൈമാറ്റ അപേക്ഷ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അതിനെക്കുറിച്ചുള്ള പരിശോധന പുരോഗമിക്കുകയാണെന്നും അറിയിച്ചു. വിഷയത്തിൽ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ മാറ്റമില്ലെന്നും അപേക്ഷയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ നിയമപരമായ ഘടകങ്ങളും സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വെറും നയതന്ത്രപരമായ തീരുമാനങ്ങളല്ലെന്നും അന്താരാഷ്ട്ര നിയമങ്ങളും ഇന്ത്യയുടെ ആഭ്യന്തര നിയമവ്യവസ്ഥയും നിലവിലുള്ള ഉഭയകക്ഷി കരാറുകളും പരിഗണിച്ചാണ് തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം വിശദീകരിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സജീവമായി തുടരുന്നതിനിടെയാണ് ഈ വിഷയം വീണ്ടും ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി നിരവധി കൂടിക്കാഴ്ചകളും ചർച്ചകളും നടത്തിയിട്ടുണ്ടെങ്കിലും ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ച വിഷയം ഇപ്പോഴും പരസ്പര ബന്ധത്തിൽ പ്രധാന വെല്ലുവിളികളായി തുടരുകയാണ്. കഴിഞ്ഞയാഴ്ച പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം 78-കാരിയായ ഷെയ്ഖ് ഹസീന സ്വന്തം രാഷ്ട്രീയ പാർട്ടിയായ അവാമി ലീഗിന്റെ പുനരുജ്ജീവനത്തിനും പ്രവർത്തകരെ വീണ്ടും ഏകോപിപ്പിക്കുന്നതിനുമായി സ്വമേധയാ ധാക്കയിലേക്ക് മടങ്ങാൻ ആലോചിക്കുന്നുവെന്നാണ്. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റമുണ്ടായതും പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ ശക്തമായി തുടരുന്നതുമാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. 2024 ഓഗസ്റ്റിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വൻ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രാജ്യവ്യാപക കലാപത്തിലേക്ക് വ്യാപിച്ചതോടെ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താവുകയായിരുന്നു. പ്രതിഷേധങ്ങൾ ശക്തമായതിനെ തുടർന്ന് സുരക്ഷാ സാഹചര്യം മോശമായതോടെ അവർ ധാക്ക വിട്ട് ഇന്ത്യയിലേക്ക് എത്തി. അതിനുശേഷം അവർ ഇന്ത്യയിൽ തുടരുകയാണ്. ഇതിനിടെ 2024 വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ ശക്തമായി അടിച്ചമർത്താൻ സർക്കാർ സ്വീകരിച്ച നടപടികളുമായി ബന്ധപ്പെട്ട് മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ നടത്തിയെന്നാരോപിച്ച് ധാക്കയിലെ പ്രത്യേക ട്രൈബ്യൂണൽ കഴിഞ്ഞ വർഷം നവംബറിൽ ഷെയ്ഖ് ഹസീനയെ അസാന്നിധ്യത്തിൽ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ആ വിധിക്ക് പിന്നാലെ അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുന്നതിനായി ഇന്ത്യയോട് ബംഗ്ലാദേശ് ഔദ്യോഗികമായി കൈമാറ്റം ആവശ്യപ്പെടുകയും ചെയ്തു. ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ തകർന്നതിനു പിന്നാലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തി. അതിർത്തി സുരക്ഷ, വ്യാപാരം, രാഷ്ട്രീയ അഭയാർത്ഥിത്വം, പരസ്പര വിശ്വാസം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമായി. എന്നാൽ പിന്നീട് ബന്ധം സാധാരണ നിലയിലാകുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഫെബ്രുവരി 17 ധാക്കയിൽ നടന്ന താരിഖ് റഹ്മാന്റെ പ്രധാനമന്ത്രി സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പങ്കെടുത്തത് ബന്ധം മെച്ചപ്പെടുത്താനുള്ള സുപ്രധാന സന്ദേശമായാണ് വിലയിരുത്തുന്നത്. അവാമി ലീഗിന് മത്സരിക്കാൻ വിലക്കേർപ്പെടുത്തിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വൻ വിജയം നേടിയതിനെ തുടർന്നാണ് താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായത്. പുതിയ സർക്കാരുമായി സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പിന്നീട് കൂടുതൽ സജീവമായി രംഗത്തെത്തി. അതിന്റെ ഭാഗമായി ഏപ്രിലിൽ ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ ഇന്ത്യ സന്ദർശിക്കുകയും ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. പുതിയ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയിലേക്കുള്ള ആദ്യ ഉന്നതതല സന്ദർശനമായിരുന്നു അത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വീണ്ടും ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിലെ ഏറ്റവും സൂക്ഷ്മവും രാഷ്ട്രീയമായി നിർണായകവുമായ വിഷയങ്ങളിലൊന്നായി തുടരുകയാണ്. ഹസീനയുടെ സാധ്യതയുള്ള തിരിച്ചുവരവിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ബംഗ്ലാദേശിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യവും ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതേസമയം വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ യാതൊരു അന്തിമ തീരുമാനവും പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാ നിയമപരമായ വശങ്ങളും ഉഭയകക്ഷി കരാറുകളും അന്താരാഷ്ട്ര ബാധ്യതകളും നയതന്ത്രപരമായ പ്രത്യാഘാതങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമേ ബംഗ്ലാദേശിന്റെ കൈമാറ്റ അഭ്യർത്ഥനയിൽ അന്തിമ നിലപാട് സ്വീകരിക്കൂവെന്നാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു വ്യക്തമാക്കുന്നത്. അതിനാൽ ഷെയ്ഖ് ഹസീനയുടെ ഭാവിയും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിന്റെ തുടർഗതിയും വരും ദിവസങ്ങളിൽ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായി നിരീക്ഷിക്കപ്പെടുന്ന വിഷയങ്ങളായി തുടരുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.